ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ ടീമുകളെയൊക്കെ മാറ്റി നിർത്തി ലോകോത്തര ചാമ്പ്യന്മാരായിട്ടുള്ള അർജൻറ്റീനയെ എന്തുകൊണ്ടാണ് ഇത്ര നല്ല ടീം എന്ന് പറയുന്നത്? മെയിൻ റീസൺ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയോ? അവർ ആ ടീമിൻ്റെ ഉള്ളിലുള്ള ഒരുമകളാണ്. അതിപ്പോൾ സീനിയർ ടീം താരങ്ങളായാലും അല്ലെങ്കിൽ ജൂനിയേഴ്സ് ആയാലും എല്ലാവരും ഒരുപോലെ എല്ലാവരോടും പെരുമാറുന്ന ഒരു രീതി ലോക ഫുട്ബോൾ ആരാധകരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അർജൻറ്റീനിയൻ ആരാധകർക്ക് ഏറ്റവും കൂടുതൽ ആ ടീമിനോട് നന്ദി പറയേണ്ടത് ഈ ഒരുമക്കായിരിക്കും. ഇത് ഉണ്ടാക്കി കൊടുത്ത പ്രധാന കാരണക്കാരൻ്റെ പേരാണ് ലിയണൽ സ്കലോണി എന്ന് പറയുന്നത്. കാരണം എല്ലാം തകർന്നടിഞ്ഞ് ഒന്നും ഇനി നേടാൻ കഴിയൂല എന്ന് വിചാരിച്ചിരുന്ന ഒരു ജനതയുടെ മുമ്പിലേക്കാണ് ലിയണൽ സ്കലോണി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇറങ്ങി വരുന്നത്. അയാൾ എല്ലാം കാണിച്ചു കൊടുത്തു. എല്ലാം തകർന്നടിഞ്ഞൊരു ടീമിനെ അയാൾ ലോക ചാമ്പ്യന്മാരാക്കി. ഇത്രമേൽ ഈ ഒരു കാര്യം മാത്രം മതി ലിയണൽ സ്കലോണി ആരാണ് എന്താണ് എന്ന് അർജൻറ്റീനിയൻ താരങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ, അല്ലെങ്കിൽ അർജൻറ്റീനിയൻ ആരാധകർ പറഞ്ഞു തരാനേ. കരഞ്ഞു കരഞ്ഞു കണ്ണീര് പോലും വറ്റി പിന്നീട് ചോര വരുന്ന രീതിയിലായിരുന്നു അർജൻറ്റീനിയൻ ആരാധകരുടെയൊക്കെ ഒരു മാനസിക വിഭ്രാന്തി എന്നൊക്കെ പറയേണ്ടത്. കാരണം ആ ഒരു തരത്തിലേക്ക് ഈ അർജൻറ്റീന എന്ന് പറയുന്ന ഫുട്ബോൾ ഇൻ്റർനാഷണൽ ടീം കടന്നു പോയിട്ടുണ്ട്. അവരുടെ ആരാധകർ കടന്നു പോയിട്ടുണ്ട്. ലിയണൽ മെസ്സിയെ കണ്ടിട്ട് അർജൻറ്റീനിയൻ ആരാധകരായിട്ടുള്ള ആൾക്കാരുണ്ട്. പഴയ മറഡോണയെ കണ്ടിട്ട് ആരാധകരായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഇവരെയൊക്കെ എല്ലാ രീതിയിലും വളരെ വലിയ രീതിയിൽ സങ്കടത്തിലായിത്തീരുന്ന ഒരു കാലഘട്ടം അർജൻറ്റീനയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് ഓർക്കുന്നത് നല്ലതാണ്. 2014 എന്ന് പറയുന്ന വർഷം ഒരിക്കലും അർജൻറ്റീനിയൻ ആരാധകർ മറക്കാൻ കഴിയൂല അവർക്ക് ഈ ഒരു വർഷം. കാരണം സെബെല്ലെ എന്ന് പറയുന്ന അന്നേ വരെ അവർ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച കോച്ചിൻ്റെ ഏറ്റവും മികച്ച തന്ത്രങ്ങൾ കൊണ്ട് നെയ്തെടുത്ത ഒരു ടീമായിരുന്നു അത്. ആ ഒരു ടീം ഫൈനലിലെത്തുന്നു. പക്ഷേ ഫൈനലിൽ ജർമ്മനിയോട് എക്സ്ട്രാ ടൈമിൽ അടി പതറുന്ന ആ ഒരു ദൃശ്യം ഇന്നും ഒരു അർജൻറ്റീനിയൻ ആരാധകർക്ക് മറക്കാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ ഒരു മറന്നിട്ടുണ്ടാവില്ല. കാരണം അതിൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ള ആരാധകരാണ് അവർ. അതുപോലെ തന്നെ ലിയണൽ മെസ്സി എന്ന് പറയുന്ന ലോക ഫുട്ബോളിൻ്റെ അതികായകനും. ഇതിനൊക്കെ ഉപരി ഫൈനലിൽ വീണ്ടും പരാജയപ്പെടുകയാണ് കോപ്പ അമേരിക്കയിൽ. പിന്നീട് വീണ്ടും 2 തവണ ചിലിയോട് പരാജയപ്പെട്ടിട്ട് കോപ്പ അമേരിക്കയും നഷ്ടപ്പെട്ടു ഒന്നുമില്ലാത്ത ഒരു രാജ്യമായി പോകുന്ന രീതിയിലാണ് അർജൻറ്റീന മടങ്ങിയത്. ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? അന്നൊക്കെ അർജൻറ്റീനിയൻ ആരാധകനാണെന്ന് പറയുമ്പോൾ പലർക്കും ഇങ്ങനെ ഊക്കുകളും വിമർശനങ്ങളും മാത്രം വാങ്ങിച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടമായിരുന്നത്. ഒരു പക്ഷേ പിന്നീട് 2018 അർജൻറ്റീന വന്നപ്പോഴും ഒരുപാട് പ്രതീക്ഷകൾ അമർപ്പിച്ച ആരാധകരായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷേ സാമ്പോളിയുടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടൽ അർജൻറ്റീനിയൻ ആരാധകരെ പിറകോട്ടടിച്ചു. അർജൻറ്റീനിയൻ ടീമംഗങ്ങൾ പിറകോട്ടടിച്ചു. ഒന്നും ചെയ്യാൻ കഴിയാതെ 5-6ഓളം ബാലൻഡിയോർ കൈ മുതലാക്കിയിട്ടുള്ള ലിയണൽ മെസ്സിക്ക് പോലും ഇങ്ങനെ കരഞ്ഞു നിൽക്കേണ്ട ഒരു ദൃശ്യം വന്നു. പിന്നീട് ട്രോളുകളായി വിമർശനങ്ങളായി ആർക്കും അറപ്പ് തോന്നുന്ന രീതിയിലുള്ള ട്രോളുകൾ വരെ എതിരാളികളെ ഇറക്കി വിടാനായിട്ട് തുടങ്ങി. പിന്നീട് 2019 കോപ്പ അമേരിക്കയിലേക്ക് വരുന്നു. അവിടെയാണ് സാമ്പോളി എന്ന് പറയുന്ന പരാജിതനായിട്ടുള്ള ഒരു കോച്ചിനെ മാറ്റിയിട്ട് ഒരു നിമിഷ പരിശീലകൻ എന്ന റോളിൽ ലിയണൽ സ്കലോണി എന്ന് പറയുന്ന പഴയ അർജന്റീനിയൻ ഡിഫൻഡറെ കൊണ്ടുവരുന്നത്. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഉടനെ തന്നെ മറ്റൊരു കോച്ചിനെ കൊണ്ടുവരണം എന്നുള്ള തീരുമാനത്തിലാണ്. ബട്ട് ലിയണൽ സ്കലോണി അന്ന് സാമ്പോളിയുടെ അസിസ്റ്റന്റ് കോച്ചാണ്. ചിലപ്പോൾ അയാൾ പറയുന്നതൊന്നും സാമ്പോളിക്ക് അത്ര പിടുത്തം കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ 2019 കോപ്പ അമേരിക്കയിൽ എല്ലാം ഉപേക്ഷിച്ചു പോയ പല താരങ്ങളെയും ഒത്തൊരുമിച്ചുകൊണ്ട് യുവതാരങ്ങളെയൊക്കെ സംഘടിപ്പിച്ച് ലിയണൽ മെസ്സിക്ക് വേണ്ടിയിട്ട് ഊർജം പകരുന്ന താരങ്ങളെ കൂട്ടിയിണക്കി അയാൾ അങ്ങ് ബ്രസീലിൽ പോയിട്ട് ആ കോപ്പ അമേരിക്ക നേടുന്നുണ്ട്. ലിയണൽ മെസ്സി ആഗ്രഹിച്ച കോപ്പ അമേരിക്ക, അർജന്റീന ആഗ്രഹിച്ച കോപ്പ അമേരിക്ക, ഇതൊക്കെ നേടിക്കൊടുത്തത് ലിയണൽ സ്കലോണി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. പിന്നീട് അങ്ങോട്ട് തുടങ്ങുകയാണ്. ഒരു കാലത്ത് ചരിത്രത്തിൻ്റെ നെറികേടുള്ള വാതിലുകൾ മാത്രം തുറന്നു കാണിച്ചു കൊടുത്തിരുന്ന ആ നീലയും വെള്ളയുംകാർക്ക് ലോകോത്തര ചാമ്പ്യന്മാരാകാനുള്ള, അതല്ലെങ്കിൽ അവർ സ്വപ്നം കണ്ട രീതിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു വാതിൽ ലോകം തുറന്നു കൊടുക്കുകയാണെന്ന് പറയേണ്ടി വരും. 2019 കോപ്പ അമേരിക്ക ഫൈനലിസിമ, അതിനുശേഷം വേൾഡ് കപ്പിലേക്ക് വന്നു. ഫൈനലിസിമയിൽ തന്നെ നിങ്ങൾ മുട്ടുമടക്കും. കാരണം അത് യൂറോപ്യൻ ചാമ്പ്യന്മാരായിട്ടുള്ള ഇറ്റലിയോടാണ് നിങ്ങളെ പോരാട്ടം എന്നൊക്കെ പല ആൾക്കാരും പറഞ്ഞിരുന്നു. പക്ഷേ ഇറ്റലിയെ വരെ നിലം പരിശാക്കി പിന്നീട് വേൾഡ് കപ്പിലേക്ക് വരുന്നു. 2022 വേൾഡ് കപ്പിലെ ആദ്യ മത്സരം പരാജയമാണ്. അതായത് സൗദി അറേബ്യയോട് പരാജയപ്പെട്ടിട്ട് വിമർശനങ്ങൾ വീണ്ടും തള്ളിക്കളയാൻ പറ്റാത്ത രീതിയിൽ. കാരണം ഇവരെ കൊണ്ടൊക്കെ കോപ്പ അമേരിക്ക പറ്റൂ, വേൾഡ് കപ്പൊന്നും പറ്റൂല എന്ന് പറഞ്ഞിരുന്ന ഒരു ജനതയുടെ മുമ്പിലേക്ക് ലിയണൽ മെസ്സി പറയുക, നിങ്ങൾ ഞങ്ങളിൽ വിശ്വസിക്കൂ എന്ന്. ലിയണൽ സ്കലോണി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ തോളിലേറിയിട്ട് ആ വേൾഡ് കപ്പ് നേടുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷവാനായിട്ടുള്ള മനുഷ്യൻ മെസ്സിയാണ്. ഏറ്റവും കൂടുതൽ സന്തോഷം പകർന്ന മനുഷ്യൻ ലിയണൽ സ്കലോണിയാണ്. ഏറ്റവും കൂടുതൽ അർമാദിച്ച മനുഷ്യർ അർജന്റീനിയൻ ആരാധകരാണ്. ഒന്നുമില്ലാത്തവരെ കൊണ്ട് എല്ലാം ഉള്ളവരാക്കി മാറ്റിയ ഒരു മനുഷ്യനാണ് ലിയണൽ സ്കലോണി എന്ന് പറയുന്നത്. മെസ്സിയെ ആരാധിക്കുന്ന, അതല്ലെങ്കിൽ മെസ്സിക്ക് വേണ്ടി പന്ത് തട്ടാൻ കഴിയുന്ന ഒരു പടയാളികളെ ഉണ്ടാക്കിയെടുത്ത് ആ ടീമിനെയും കൊണ്ട് കോപ്പ
അമേരിക്കയും വേൾഡ് കപ്പൊക്കെ നേടിക്കൊടുത്തിട്ടുള്ള ഒരു കോച്ചാണ് ലിയണൽ സ്കലോണി. ഒരു തന്ത്രശാലിയാണ് ലിയണൽ സ്കലോണി എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ നോക്കുക, താരങ്ങൾ, അതായത് അർജന്റീനിയൻ സ്ക്വാഡിലുള്ള താരങ്ങൾ എന്ന് പറയേണ്ടത് ലോകോത്തര മികച്ച താരങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവരുടെ ബെഞ്ചിലുള്ള താരങ്ങൾ, ഇവരൊക്കെ ലിയണൽ സ്കലോണിക്ക് പറ്റിയിട്ടുള്ള ആയുധങ്ങളാണ് എന്ന് പറയേണ്ടി വരും. കാരണം അത്രക്കും ടോപ്പ് ലിസ്റ്റായിട്ടുള്ള കളിക്കാരാണ് ഇന്ന് നമ്മൾ അർജന്റീനിയൻ ടീമിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് ബ്രസീലിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ താരങ്ങൾ ഉടലെടുത്തിരുന്നത് ആ ഒരു മണ്ണിൽ നിന്നാണ്, ബ്രസീലിയൻ മണ്ണിൽ നിന്നാണ്. സാമ്പ നൃത്തച്ചുവടുകൾ കൊണ്ട് ലോകത്ത് തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഫുട്ബോളാണ് ബ്രസീലിൻ്റെ. ഇന്ന് ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും ടോപ്പ് രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഫുട്ബോളിൻ്റെ രീതിയിൽ അത് അർജന്റീനയാണ്. കാരണം അർജന്റീന വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത് മൂർച്ചയേറിയിട്ടുള്ള ആയുധങ്ങളെയാണ്. ഇന്നലെ മിനിഞ്ഞാന്നിപ്പോൾ ബ്രസീലിനെതിരെയായിട്ടുള്ള മത്സരത്തിൽ സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുള്ളത് സിമിയോണി ജൂനിയറാണ്. സിമിയോണിയെ സംബന്ധിച്ചിടത്തോളം, ജൂലിയാനോ സിമിയോണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമൊക്കെ ഈ അടുത്താണ് അരങ്ങേറാൻ തുടങ്ങിയിട്ടുള്ളത്. അർജന്റീനിയൻ കുപ്പായത്തിൽ ഗോളടിക്കാൻ കഴിയുന്നു. എൻസോ ഫെർണാണ്ടസിനെ പോലെയുള്ള താരങ്ങൾ, ഇവരൊക്കെ ചെൽസിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ പരാജയമായിട്ട് നമുക്ക് കാണാറുണ്ട്. പക്ഷേ അർജന്റീനയ്ക്ക് സ്കലോണിയുടെ ആ ഒരു പ്രസ്സിങ്ങും സ്കലോണിയുടെ ആ ഒരു പൊസിഷൻ ഗെയിമിങ്ങൊക്കെ അണ്ട് കൊടുക്കുമ്പോൾ, ആ ഒരു ജേഴ്സിയിലുള്ള തരിപ്പങ്ങട്ട് കയറുമ്പോൾ എല്ലാ താരങ്ങളുടെ ഞരമ്പിലൂടെയും ഒരു തീയെ ആ സ്കലോണി എന്ന് പറയുന്ന മനുഷ്യൻ പടർത്തി വിടുന്നുണ്ട്. ഇതാണ് സ്കലോണി. ഒരിക്കലും അർജന്റീനിയൻ ആരാധകർക്ക് നന്ദി പറഞ്ഞാൽ തീരാത്ത ഒരേ ഒരു മാനേജർ.